ചർച്ചയിലേക്ക് ശ്രീ വരദരാജൻ, പാർട്ടി വിമർശിക്കേണ്ട നിലയിലേക്ക് സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനം മാറിയെങ്കിൽ അതിനേതായാലും ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ, അതോ കടിഞ്ഞാൺ കയ്യിലുള്ള മുഖ്യമന്ത്രിക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയണ്ടേ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പാർട്ടി വിമർശിച്ചു എന്ന് പറയുന്നത് ചില നടപടികളെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പോലീസ് എന്ന് വേണമെങ്കിൽ പറയുന്നതെന്നുള്ളതൊഴിച്ചാൽ പോലീസ് എന്താണ്, അതിൻ്റെ നിലപാടുകൾ എന്താണ്, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം എല്ലാ കാലത്തും ചില തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ CPIM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ഇടപെടുന്നു. അങ്ങനെ പോലീസ് ഇടപെടുന്നതിനകത്താണ് ശക്തമായിട്ടുള്ള നിലപാട് പാർട്ടി ആവർത്തിക്കുന്നത്. പോലീസ് മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം, മറ്റു കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ഇതുപോലെ സംഭവിക്കുകയും അതെല്ലാം അംഗീകരിക്കുകയില്ല എന്ന് CPI എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ആ ആവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് നിർവഹിക്കണം എന്ന് പറയാനുള്ള ബാധ്യത പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ട്. ആ ബാധ്യതയാണ് ഇപ്പോൾ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാതെ കടിഞ്ഞാണിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളോ കടിഞ്ഞാൺ അയഞ്ഞു പോയതിൻ്റെയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ശ്രീ വരദരാജൻ, പോലീസിനെതിരെ കുപ്രചാരണം നടത്തുന്നു എന്നതായിരുന്നു കഴിഞ്ഞ 6 മാസവും ഇത് സംബന്ധിച്ച ഏതു വിമർശനം ഉണ്ടാകുമ്പോഴും പാർട്ടി തലത്തിൽ നിന്നുണ്ടായിരുന്ന വിശദീകരണം. അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ വിമർശനം ഉന്നയിക്കുന്നവരെ തിരിച്ച് നേരിടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 6 മാസത്തിനിപ്പുറം പാർട്ടിക്ക് ഇതിൽ കുറേയൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നു. UAPA ചുമത്തുന്നതടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാടിനനുസരിച്ചല്ല സർക്കാർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെ പറയണമല്ലോ. സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് വ്യംഗ്യമായി, പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായും പറയേണ്ട സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നു എന്നതല്ലേ വാസ്തവം? ഇല്ല, ആ നിലയിൽ കാണാൻ അതിനെ സാധ്യമല്ല. കഴിഞ്ഞ 6 മാസക്കാലമായി നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ, വിജിലൻസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിൻ്റെയെല്ലാം പേരിൽ ഒരു വലിയ മുതലെടുപ്പ് നടത്താനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടന്നപ്പോഴാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായ നിലയിൽ മുന്നോട്ട് പോകണം എന്ന നിലപാട് സ്വീകരിക്കുകയും പോലീസിനെതിരെ അനാവശ്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരവേലകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ സംഘടിതമായ നീക്കം കേരളത്തിൽ തുടക്കം കുറിച്ചു എന്നുള്ളപ്പോഴാണ് അത് ശരിയായ നടപടിയല്ല, അത് പോലീസിനെതിരായിട്ടുള്ള സംഘടിതമായ നീക്കം പ്രശ്നപരിഹാരത്തിന് സഹായകരമല്ല എന്ന് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഘടകകക്ഷികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില കേസുകളിൽ പോലീസ് എടുത്ത നടപടി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കും എതിരാണ്. ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയാനെന്ന പേരിൽ കൊണ്ടുവന്ന നിയമം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് തിരുത്തണം, അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പരസ്യമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം അത് രാജ്യത്തെ, സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ടതും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മുൻകരുതൽ ആവശ്യവുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആ നിലയിൽ ചൂണ്ടിക്കാണിച്ചു. അതല്ലാതെ അതിനപ്പുറത്ത് വലിയ ഒരു തീവ്രത ഇതിനുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു ഭരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 5 വർഷത്തെ ഭരണമാണ്. അതിൽ 6 മാസം എന്ന് പറയുമ്പോൾ അതിനെ 6 മാസങ്ങളായി വിഭജിച്ചാൽ 6 മാസം ചേരുന്നത് ഒരു ഭരണത്തിൻ്റെ കാലയളവായി. അതിൽ ആദ്യത്തെ 6 മാസത്തിലാണ് ഈ ആദ്യഘട്ടത്തിൽ, അതായത് ഇത്രയും കാലം കൊണ്ട് ഇത്രയധികം പോലീസിൻ്റെ അനാവശ്യ ഇടപെടലുകൾ, അവരുടെ മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം, UAPA അടക്കമുള്ള കേസുകൾ ചുമത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്, എല്ലാ തരത്തിലും പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, അത് ഒരു തരത്തിൽ പോലീസിൽ ഇടപെടൽ ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ സൂചനയായി വ്യാഖ്യാനിക്കാമോ? അല്ല, ഈ പോലീസും ഭരണവും രണ്ടും രണ്ടാണ്. പോലീസിൻ്റെ ചെയ്തികളിൽ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമില്ല, അതൊക്കെ പണ്ട് മുതലേ അങ്ങനെയാണ് എന്നുള്ള നിലയിൽ ശ്രീ വരദരാജൻ്റെ ഒരു വിലയിരുത്തൽ എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിനു മുമ്പ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തെറ്റുകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അതാത് കാലഘട്ടത്തിലെ ഭരണ നേതൃത്വത്തിൻ്റെ തലയിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെയൊക്കെ തലയിലാണ് വന്നിരിക്കിട്ടുള്ളത്.
ഇപ്പോഴും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് CPIM-ൻ്റെ അകത്ത് ഒരു പുതിയ ഒരു പ്രതിഭാസം ഇപ്പോൾ പുതിയതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ CPIM അധികാരത്തിൽ വരുമ്പോഴൊക്കെ അത് പാർട്ടിയുടെ തീരുമാനങ്ങളാണ് അവിടെ നടപ്പിലാകാറുണ്ടായിരുന്നത്. വെച്ചാൽ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾക്കും താഴേക്കുള്ള ഘടകങ്ങൾക്കും ഒക്കെ വലിയ റോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിയും ഭരണവും ഒന്നാണ്. ശ്രീ പിണറായി വിജയൻ്റെ കയ്യിലാണ് സർവാധിപത്യം. അവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവഗണിക്കപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജില്ലാ ഘടകങ്ങളെ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ പരാതി കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM-ൻ്റെ എല്ലാ തലങ്ങളിലുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടൊരു പരോക്ഷമായി പിണറായി വിജയനെതിരായിട്ടുള്ള ഒരാരോപണമാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ പ്രതിവാര ലേഖനത്തിൽ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 6 മാസമായി കോടിയേരി ബാലകൃഷ്ണൻ അപ്രസക്തനാണ്, കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൽ കാര്യമായ പങ്ക് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. വല്ലപ്പോഴൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇപ്പോൾ കാനൻ രാജേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ കിട്ടുന്ന പ്രസക്തി പോലും ശ്രീ കോടിയേരിക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് എന്നുള്ള സത്യം. അതിൻ്റെ ഭാഗമാണ് ലേഖനം. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഭരണതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ പിണറായി വിജയൻ നേരത്തെ CPM-കാരൊക്കെ നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ചിരുന്നത് വളരെ ധീരനായ ഒരു വ്യക്തിയാണ്. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ കുറേ കാര്യങ്ങളിലൊക്കെ ചില നിലപാടുകളൊക്കെ അദ്ദേഹം എടുക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ ഒരു പക്ഷേ അത് അങ്ങനെ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നത് ഭരണ നേതൃത്വത്തിൽ IAS-കാരെയാണെങ്കിലും IPS-കാരെയാണെങ്കിലും നിയന്ത്രിക്കാനും അവരുടെ ചക്രത്തിൽ പോരാട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ട് സർക്കാരിനൊരു ദിശാബോധത്തോടെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞ 6 മാസം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ പോലീസ് നേതൃത്വം ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല, അതല്ലെങ്കിൽ പോലീസ് നേതൃത്വം താഴേക്ക് പറയുന്നത് താഴെയുള്ളവർ അനുസരിക്കുന്നില്ല. ഇതിലേതോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞത് ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ കേരള പോലീസ് സർവീസിൽ ഇത്രയും കാലം UDF തഴഞ്ഞ് പുറത്തു നിർത്തിയിരുന്ന ഏറ്റവും ധീരരായ ആളുകളെ ഞങ്ങൾ വീണ്ടും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഭരണം, രാജ്യം, നാട് നന്നാക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അത്രമാത്രം എന്തായിരുന്നു ആ പോസ്റ്റിങ്ങിൽ അവർ എടുത്ത മാനദണ്ഡം, പഴയ ഗവൺമെൻറ് പല ആളുകളെയും അവർക്ക് കൊടുത്തിരുന്ന സ്ഥാനങ്ങൾ തന്നെയാണ് അനുയോജ്യം എന്ന് ഇപ്പോൾ ജനങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെയോ തോന്നിയിട്ടുണ്ടാകാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവരൊക്കെ പഴയ കാലഘട്ടത്തിൽ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഒഴിച്ചു നിർത്തിയിട്ടുള്ളത് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളൊന്നും ആയിരുന്നില്ല. അതൊക്കെ അന്ന് ആ രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ദുർബലനാണ് പിണറായി വിജയൻ എന്ന് തന്നെയാണ് താങ്കൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KVS ഹരിദാസ്, സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസിലുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു വിമർശനമാണ് മറ്റൊന്ന്. അത് ആ നിലയ്ക്ക് തന്നെ വളരെ ദീർഘമായി തന്നെ കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ അതിനെ വായിച്ചെടുക്കേണ്ടതുമുണ്ട്. അതിനൊരു സമാന്തരമായി പറയാവുന്ന മറ്റൊരു കാര്യം, BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും തന്നെ പിണറായി വിജയനും പോലീസിനുമൊക്കെ അനുകൂലമായ നിലപാടുകൾ വരുന്നു എന്ന വിചിത്രമായ സ്ഥിതിവിശേഷവുമുണ്ട്. പോലീസിൻ്റെ നടപടികളെ അനുകൂലിക്കുന്ന പല സാഹചര്യങ്ങളും, BJP അനുകൂലിക്കുന്ന പല സാഹചര്യവും ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിമർശനങ്ങൾ എന്നത് അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം എന്ന നിലയ്ക്ക് അത് രൂപപ്പെടുന്നതിനെ അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ ഉണ്ട് എന്നാണോ? ഹർഷൻ, ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയട്ടെ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പോലീസ് നയം മുൻകാലങ്ങളിലെ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വളരെയേറെ ഭിന്നമാണ്, വ്യത്യസ്തമാണ്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാർട്ടി നിയന്ത്രിതമായ ഒരു പോലീസിനെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൽ. ഇത്തവണ കുറേ പോലീസിന് സ്വാതന്ത്ര്യമുണ്ട്, പോലീസ് കുറേയൊക്കെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം,
CPM-ന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോലും പോലീസ് ചില നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഞാൻ ഒരു 2-3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഡൽഹിയിൽ നമ്മുടെ JNU-ലെ സമരം കുറച്ച് പഴക്കമുള്ള സംഭവമാണ്. ആ സമരത്തിൻ്റെ വേളയിൽ സീതാറാം യെച്ചൂരിയും കോൺഗ്രസ്സുകാരും ഒക്കെ ചെന്നിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു, കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ അത്തരം ശ്രമങ്ങൾ ചെറിയ തോതിൽ കേരളത്തിലുണ്ടായ വേളയിൽ അവർക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായി. അവിടെ ഡൽഹി പോലീസ് ചെറിയ ചെറിയ നടപടികളും ചില അറസ്റ്റിനൊക്കെ പോയപ്പോൾ ബഹളം കൂട്ടിയ CPM-ന്റെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. നമ്മൾ കാണാതെ പോയിക്കൂടാ. അതുപോലെ തന്നെയാണ് നമ്മൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ടാവും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ചെന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത്. അത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും ആ സംഭവത്തിൽ മേലാൽ ഇത് ആവർത്തിച്ചുകൂടാ എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു എന്നത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. അപ്പോൾ CPM-ന്റെ നിലപാടാണോ പിണറായി വിജയൻ്റെ അപ്രമാദിത്വമാണോ എന്തായാലും പോലീസിന് മേൽ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു എന്നത് നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവാം ദോഷമുണ്ടാവാം. ഇപ്പോൾ നേരത്തെ ശ്രീ വാഴക്കനൊക്കെ സൂചിപ്പിച്ചതുപോലെ പോലീസ് എന്ത് നടപടിയെടുത്താലും അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് തന്നെയാണ്. രാജൻ കേസ് മുതലുള്ള അനവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് താനും. തീർച്ചയായും. എന്തായാലും ഇതുവരെ പറഞ്ഞു നിർത്തുന്നിടത്ത് താങ്കൾ തീർച്ചയായും ആ പോലീസിന് ഇതുവരെ ഇല്ലാത്ത, ഇടത് ഭരണത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നു. അത് കൊള്ളാം എന്ന ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NM പിയേഴ്സൺ, ഇത് തന്നെയാണ് ഏറ്റവും കൗതുകകരമായ, ഏറ്റവും വിചിത്രമായ ഒരു സാഹചര്യവും. പിണറായി വിജയനെ, പോലീസിനെ ഒക്കെ അഭിനന്ദിക്കാൻ ഇവിടെ BJP അടക്കം, അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രം പിൻപറ്റുന്നവരടക്കമുള്ള ഒട്ടേറെ പേരുണ്ട് എന്ന കൗതുകകരമായ അവസ്ഥയുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുന്ന സാഹചര്യവുമുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, പോലീസിനെ നിയന്ത്രിക്കുക, പോലീസിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഒരു പോലീസ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതല. ആ ചുമതല നിർവഹിക്കപ്പെടുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഹെൽമറ്റില്ലാതെ സഞ്ചരിച്ച ഒരു ബൈക്കുകാരൻ്റെ തലയടിച്ച് പോലീസുകാരൻ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ കയ്യിലിരുന്ന വയർലെസ് സെറ്റ് കൊണ്ട്. എന്താ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാൽ കാക്കിക്കകത്ത് വരുന്നതായിട്ടുള്ള ഗുണ്ടയാണോ? അതിനെതിരെ നടപടിയെടുക്കാനായിട്ട് അന്ന് പോലീസ് മന്ത്രി തയ്യാറായിരുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ചെയ്തത്. അതിന് സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങളാണ് പോലീസ് ലോക്കപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മരണം എന്ന് പറയുന്നത് ഈ കാലയളവിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ പോയ ഒരു സുഹൃത്തിനെയും പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെയും അതേപോലെ തന്നെ ആ സുഹൃത്തിൻ്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെയും കുട്ടികളെയും ഒക്കെ പോലീസ് ആക്രമിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ദേശസ്നേഹം എന്ന് പറയുന്നത് നിശ്ചയിക്കാനായിട്ട് ആർക്കെങ്കിലും പ്രത്യേകമായിട്ടുള്ള അധികാരം കൊടുക്കലല്ല പോലീസിൻ്റെ ചുമതല എന്ന് പറയുന്നത്. പോലീസ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സമയത്ത് പോലീസിന് ദിശാബോധം നൽകുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചുമതല. അതിനാണ് രാഷ്ട്രീയ നേതൃത്വം. അല്ലാണ്ട് പോലീസിന് തോന്നിയ രീതിയിൽ തോന്നിവാസങ്ങൾ കാണിക്കാനായിട്ട് അനുവാദം കൊടുക്കലല്ല പോലീസിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ പറയുന്നത് കേൾക്കലല്ല പോലീസിൻ്റെ ചുമതല എന്നതും വ്യക്തമാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പോലീസിന് വ്യക്തമായ പ്രത്യയശാസ്ത്ര ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല പോലീസ് മന്ത്രിയുടെ ചുമതല. അത് പക്ഷേ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാവുന്ന സംഭവങ്ങളല്ല നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വരദരാജൻ, കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന കർശന നിർദ്ദേശം എന്തായാലും അല്പം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. UAPA അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തപ്പോൾ ആ വീഴ്ചയുണ്ടായെന്നും ആ വ്യക്തമായ അവധാനതയോടെ
ശക്തമായ തെളിവുണ്ടെന്ന് ഉറപ്പാക്കി തന്നെ വേണം അത്തരം കേസുകൾ എടുക്കാനെന്നും അത് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതിയോടെ തന്നെ വേണമെന്നുമൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ DGP നൽകിയിട്ടുണ്ട്. ഇതുവരെ പാളി എന്ന് സമ്മതിച്ചുകൊണ്ട് നൽകുന്ന നിർദ്ദേശമാണത്. ആ പാളിയത് ആർക്കാണ്? അല്ല, ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പോലീസ് എല്ലാ കാലത്തും ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേരളത്തിലെ പോലീസ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൽ ഏതാണ്ട് 20-30% ആളുകൾ ക്രിമിനലുകളാണ് എന്ന് വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ സ്വഭാവത്തിൽ വളരെ മോശപ്പെട്ട നിലപാടുകൾ. ഇവിടെ പോലീസ് ഓഫീസർമാരായിട്ടുള്ള ആളുകൾ കൊലക്കേസിൽ പ്രതികളായി ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള പോലീസിൽ തന്നെ ക്രിമിനലുകളും നാട്ടിൽ ജനങ്ങൾക്ക് സ്വീകാര്യരല്ലാത്ത ആളുകളുമെല്ലാം പോലീസിൻ്റെ വിവിധ തസ്തികകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവർ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഇൻബോണായിട്ടുള്ള അവരുടെ സ്വഭാവം ഉണ്ടാകാം. അതെല്ലാമായി ചില പ്രശ്നങ്ങൾ കേരളത്തിൽ അങ്ങോളം എടുത്തു കഴിഞ്ഞാൽ 2-3 പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതൊഴിച്ചാൽ അങ്ങനെ പോലീസിൻ്റെ ഒരു വലിയ അതിക്രമം, ആ നിലയിലുള്ള പോലീസിൻ്റെ ഒരു അഴിഞ്ഞാട്ടം അതൊന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല, അനുവദിക്കാൻ പോകുന്നില്ല. തീർച്ചയായും. പക്ഷേ ശ്രീ വരദരാജൻ, നേരത്തെ ശ്രീ NM പിയേഴ്സൺ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസിന്റെ ഇടപെടലുകളെ, പോലീസിന്റെ നടപടികളെ 2 തരത്തിൽ വേണമെങ്കിൽ കാണാം. കാരണം ഇത്തരം UAPA കേസുകളടക്കം എടുക്കുന്ന സാഹചര്യം ഒന്ന്. മറ്റൊന്ന്, ഈ പറഞ്ഞ ഫോർട്ട് കൊച്ചിയിലെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കണ്ണടിച്ച് പൊട്ടിക്കുന്നത് അടക്കമുള്ള നടപടികളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ കരണം പുകയ്ക്കുന്ന ആ തരത്തിലുള്ള പോലീസിൻ്റെ ഇടപെടലുകൾ. ഇതിനെ രണ്ടിനെയും രണ്ടായി തന്നെ നമുക്ക് കണക്ക് കൂട്ടി മുന്നോട്ട് പോയാൽ ഈ 2 തരത്തിലും പോലീസിൻ്റെ ഇടപെടലുകൾ വിമർശന വിധേയമാകുന്ന സാഹചര്യമുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടാണ് DGP ആ സർക്കുലറും പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുന്നു, DGP സമ്മതിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി മാത്രം ആവർത്തിച്ച് പറയുന്നത് ഇത് പോലീസിൻ്റെ ആത്മവീര്യത്തെ കെടുത്തുന്ന തരത്തിലുള്ള കുപ്രചാരണമാണ് എന്നാണ്. അതെങ്ങനെ ശരിയാവും? ഇല്ലില്ല, അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ വളരെ സംഘടിതമായി തന്നെ വിജിലൻസ് ചില നടപടികളിലേക്ക് നീങ്ങിയ സമയത്ത്, അഴിമതി വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയ ഘട്ടത്തിൽ നടത്തുന്ന, അതിൽ ഞാൻ പറഞ്ഞ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം അതിൽ നടത്തിയ ചില നീക്കങ്ങളും അതിനെ ചില ആളുകളുടെ പിന്തുണയും എല്ലാം ഉണ്ടായ ഘട്ടത്തിലാണ് പറഞ്ഞത് പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന നടപടികളെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ്റിന് സാധ്യമല്ല. അതുതന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്ന ആ നിലപാടിനോട് പാർട്ടിക്ക് യോജിപ്പാണ്.